ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? ഞങ്ങൾ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? നമ്മളുടെ ചലഞ്ച് വീഡിയോ നമ്പർ 1 ഡേ 1. ഇന്നലെ ഹെയറിൻ്റെയും ഫേസിൻ്റെയും ടിപ്സിൻ്റെ ആരംഭം കുറിച്ചു. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, സന്തോഷമായിരുന്നു. ഒത്തിരി സംശയങ്ങൾ ചോദിച്ചു. നിങ്ങൾ ചോദിച്ച സംശയങ്ങളുടെ മറുപടി ഞാൻ അവിടെ തന്നെ കൊടുത്തു. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്താൽ മതി, പക്ഷെ നിങ്ങൾ പിന്നെ മറന്നു പോകും. അത് കാരണം ഒന്ന് ലൈക്ക് ചെയ്യണം. നല്ല വീഡിയോസ് അല്ലേ എല്ലാം ഇടുന്നത്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടേ പറ്റുള്ളൂ, അത് കുഴപ്പമില്ല. ലൈക്കും കമൻറ്റും വീഡിയോ കണ്ടിട്ട് മതി, പക്ഷെ മറന്നു പോകരുത്. പക്ഷേ വീഡിയോ കാണുന്നതിന് മുമ്പേ ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടണിലൊന്ന് ഞെക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത്. ഒത്തിരി ബുദ്ധിമുട്ടി ചെയ്യുന്ന വീഡിയോസ് അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ മുഖമൊക്കെ കഴുകി നീറ്റായിട്ടിരിക്കുവാണ്. സോപ്പിട്ട് കഴുകി നീറ്റായിട്ടിരിക്കുവാണ്. പിന്നെ മുടി എല്ലാം നല്ല ചെട കളഞ്ഞ് ചെടയൊന്നും കളയാൻ ഇപ്പോൾ അങ്ങനെ ഇല്ല. ഡെയിലി നമ്മൾ ഓരോ പരിപാടിയല്ലേ, പൊഴിയൊന്നുമില്ല കേട്ടോ. എൻ്റെ മുടിക്ക് നീളം വെക്കുന്നുണ്ട്, ഉള്ളു വരുന്നുണ്ട്, മുടി പുതിയതെല്ലാം കിളുക്കുന്നുണ്ട്. പിന്നെ താരനില്ല, അതുപോലെ പൊഴിച്ചിലില്ല കേട്ടോ. അപ്പോൾ അത് സത്യമാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണം. എന്തായാലും ഇത് നാച്ചുറലായിട്ടുള്ള കാര്യമല്ലേ, കെമിക്കലൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്ക്. നമ്മൾ സ്ത്രീ ജനങ്ങളെല്ലാം നല്ല സൗന്ദര്യമുള്ള മിടുക്കികളായിട്ടിരിക്കട്ടെ. അതും എൻ്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ എന്നെ കാണുന്നുണ്ടെങ്കിൽ, ഈ 51 വയസ്സുകാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പ്രായത്തിലുള്ളവർക്കും അതിന് മേലോട്ടുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും നമ്മൾ 2 നേരം കുളിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക. പിന്നെ നല്ലതായിട്ട് എപ്പോഴും മുഖമൊക്കെ കഴുകി, ചെളികളും ഇതൊന്നും തലയിലാണേലും മുഖത്താണേലും ഒന്നും ദേഹത്താണേലും ഒന്നും ഇരിക്കില്ല. അപ്പോഴാണ് നമുക്കോരോ സ്കിൻ ഡിസീസസ് വരുന്നതും പിന്നെ ഡാമേജ് വരുന്നതും അങ്ങനെ ഓരോരോ ഡള്ളായി ഓരോ പ്രശ്നങ്ങളുണ്ടാകും കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒത്തിരി ഉറങ്ങുക, ടെൻഷൻ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സന്തോഷത്തോടെ ഇരുന്നിട്ട് എപ്പോഴും നല്ല മുഖമൊക്കെ കുരു വരാതിരിക്കണം. എപ്പോഴും മുഖം കഴുകണം കേട്ടോ. സോപ്പിട്ട് ഒരു പ്രാവശ്യം കഴിയാൽ മതി, ബാക്കിയെല്ലാം തണുത്ത വെള്ളത്തിൽ കഴുകിയേച്ചാൽ മതി കേട്ടോ. പിന്നെ പയറുപൊടി എപ്പോൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ ഒരു ഡപ്പായ്ക്കകത്ത് അടച്ച് പയറുപൊടി, ചെറുപയറിൻ്റെ പൊടി വെച്ചിരുന്നാൽ അത് നമ്മൾ ഈ കുരു ഒന്നും വരാതിരിക്കാനായിട്ട് അത് ഏറ്റവും ഉപകാരപ്പെടും. നമ്മൾ മുഖം കഴുകുന്ന സമയത്തെല്ലാം അത് കുറച്ചെടുത്ത് തേച്ച് കേട്ടോ. ഒത്തിരി അമക്കി തേക്കില്ല, അത് പയറുപൊടി റഫല്ലേ, സ്ക്രബ് ചെയ്യുന്നൊന്നും ചെയ്യില്ല. ചുമ്മാ ഒന്ന് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്ത് എപ്പോഴും നല്ല ഫെയർ ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പകലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു തരണം, നിങ്ങൾക്ക് മുഖവും മുടിയും നല്ലതാകാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു തരണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓരോന്നോരോന്ന് ഞാൻ ചെറുപ്പകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. അപ്പോൾ അതൊക്കെ ഞാൻ അന്നേരം ഇങ്ങനെ മനസ്സിൽ കുറിച്ചിടും. നിങ്ങളോട് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് ഇങ്ങനെ ഓർത്ത് വെക്കുന്ന കേട്ടോ. എൻ്റെ സ്കിന്നിന് വേണ്ടി ഞാൻ ഞാൻ അങ്ങനെ വലിയ മെനക്കെട്ട്, ഞാൻ പറഞ്ഞില്ലേ മടിയാണ്, അപ്പോൾ മെനക്കെട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എനിക്ക് ഗുണം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ എനിക്ക് ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പേര് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ, നമുക്ക് ബുദ്ധിയുണ്ടല്ലോ നല്ലതായിരിക്കുമോ എന്ന്. പിന്നെ അവരെയും കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് എങ്ങനെയായിരിക്കും, ശരിയാ ഗുണമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ല ചുമ്മാ കുറേ യൂട്യൂബ് വീഡിയോസ് എടുത്ത് കണ്ട് അങ്ങനത്തെ കാര്യങ്ങളല്ല കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ടിപ്പെന്ന് പറയുന്നത് കാണിക്കാമേ. മുഖത്തിൻ്റെ ആദ്യം പറയാമേ. മുഖത്ത് നമ്മൾ തേച്ചിട്ട് പിന്നെ തലയിൽ തേക്കാമല്ലോ. മുഖത്തിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇപ്പം ഞാൻ തൊലി കളഞ്ഞെടുത്തിരിക്കുന്ന പാളയംകുടൻ്റെ ഒരു പഴമാണ്. അതിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട. നല്ലതായിട്ട് പഴുത്ത ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ അറിയാമല്ലോ, ഒരുമാതിരി അതിൻ്റെ ഷേപ്പ്ലെസ് ആയി പോകുന്നു, കളറും വല്ലാതായി പോകുന്നു. അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് മുഖത്തിന് ആവശ്യമുള്ള ഇന്നത്തെ നല്ല പഴുത്ത പഴം കേട്ടോ. അതിപ്പോൾ ഏത്തപ്പഴം ആയാലും ശരി, ഏതായാലും ശരി, നല്ല പഴുത്ത പഴം. ഇതാ കോഴിമുട്ടയുടെ ഉണ്ണി മതി കേട്ടോ, ഉണ്ണി മതിയേ. കുറച്ച് പാൽപ്പൊടി, മിൽക്ക് പൗഡർ ഇല്ലേ, അത് കുറച്ച്. പക്ഷേ നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളൂ, മിച്ചമുള്ള കയ്യിലും കാലിലും തേക്കാലും. പിന്നെ കുറച്ച് പാല്, ഈ 4 ഐറ്റം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ടിപ്പിൻ്റെയും കൂടെ മുഖത്താന്നേലും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, പിന്നെ തലയിലാന്നേലും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഓർത്തോണം, ഇത് അങ്ങ് ചേർത്തോണം കേട്ടോ.
അപ്പോൾ ഇത് നമുക്കൊന്ന് എല്ലാം മിക്സ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്നത് കേട്ടോ, അത് മാത്രമേ കാണിക്കുന്നുള്ളൂ, എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്നത്. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ, ഒട്ടി ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് സമയം കളയാതെ തേക്കാം. തേച്ചിട്ട് കാണിച്ചാൽ പോരെ എപ്പോഴത്തെയും പോലെ. ഫുള്ള് തേക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, മറന്നുപോയി. നമ്മളിത് എന്തിനാ ഈ പായ്ക്കെന്നറിയാവോ? ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പായ്ക്കാണ്. അതായത് ബ്രൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്, പിന്നെ അതിനേക്കാൾ ഉപരി സ്കിന്നിൻ്റെ ടൈറ്റനിങ്ങിനാണ് ഇത് ഏറ്റവും ഈ പായ്ക്ക്. ഓർത്തോണം ഓരോന്നും കേട്ടോ, ഓരോന്നിനുള്ളതാണ്. പിന്നെ ഗ്ലോയ് ബ്രൈറ്റനിങ്, പക്ഷെ ഏറ്റവും ഇതായിട്ട് പിന്നെ സ്കിൻ ടൈറ്റനിങ്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ഞാനിത് തേക്കുന്നതിന് മുമ്പ് പിന്നെ ഉണങ്ങുന്നതിന് മുമ്പ് ഓർത്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ തേച്ച് തീരുന്നതിന് മുമ്പ് കേട്ടോ. ഓക്കെ, നല്ലതായിട്ട് തേച്ചു, ചുണ്ടയിലൊക്കെ തേച്ചു, എല്ലായിടത്തും തേച്ചു, കഴുത്തിലും പുറത്തും. ചെവിയെ തേച്ച് ചെവിക്കകത്ത് പോകരുത് കേട്ടോ. അപ്പോൾ ദാ നല്ല വ്യത്യാസമില്ലേ? ഇഷ്ടപ്പെട്ടോ? കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഒരു പാക്ക് ഇടുമ്പോൾ എന്തായാലും വ്യത്യാസം വരും. അപ്പം നമ്മളതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. കഴുത്തേലും മുഖത്തും നല്ല വ്യത്യാസം, പിന്നെ നമുക്കൊരു നല്ല കുളിർമയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ മുടിയുടെ എടുക്കാം. ഓക്കെ, അപ്പോൾ മുടിയുടെ ഒരു ചെറുപഴം, ഏതെങ്കിലും ടൈപ്പ് ഒരു പഴം, നല്ലതായിട്ട് പഴുത്ത പഴം, പിന്നെ കറ്റാർ വാഴ, കുറച്ച് ചെമ്പരത്തിയുടെ ഇല, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ, അത് മസ്റ്റാണല്ലോ എല്ലാ ദിവസവും. അത് മുട്ടയുടെ വെള്ളം നമുക്ക് മുടി നന്നായിട്ട് വളരാനായിട്ട് നല്ലതാണ്. എല്ലാം കൂടെ മിക്സി നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. മനസ്സിലായല്ലോ എന്തൊക്കെയാണ്? അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കറ്റാർവാഴ, ചെമ്പരത്തിയില, പഴം, മുട്ടയുടെ വെള്ള, വൈറ്റമിൻ ഇ കേട്ടോ. അപ്പോൾ ഈ മുഖം നമ്മൾ ഇങ്ങനെ ഓരോ ഇത് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന പോലെ വീണ്ടും പറയുക, സോപ്പൊന്നും ഇട്ട് കഴുകരുത്. ഇപ്പം ആ പിന്നെ ഫേസ് പാക്ക് ഇട്ട് ഞാൻ കഴുകിയിട്ട് വന്നിട്ട് എനിക്കൊരു ചെറിയ ഇങ്ങനെ ഡ്രൈനെസ് പോലെ തോന്നിയപ്പോൾ ഞാൻ ശകലം ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്ത് കയ്യെ തൂത്തിട്ട് മുഖത്തെല്ലാം ഒന്ന് തേച്ച് വെച്ചിരിക്കുക, പടലിയിലും മുഖത്തും. കാരണം നമുക്ക് ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നു. മുട്ടയുടെ ആ ഉണ്ണിയൊക്കെ വന്നപ്പോഴത്തേക്കിനും അങ്ങ് ഒരു ഡ്രൈനെസ് പോലെ എനിക്ക് തോന്നിയേ. അത് കാരണം ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും തേക്കത്തില്ല. ആ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഒരു തുള്ളി ഇങ്ങനെ എടുത്തിട്ട് തൂത്തിട്ട് ഇങ്ങനെ വെച്ച് കേട്ടോ. അതാണേ ഇങ്ങനെ ഇരിക്കുന്നത്.
എണ്ണ പോലെ. അപ്പം നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റായി കേട്ടോ. ഇനി ഇത് നമുക്ക് മുടിയിൽ നല്ലതായിട്ട് തേച്ച് കൊടുക്കാം. സൂപ്പറായതേ, മുടി നല്ല സ്മൂത്താവേ. ഇന്നലെയും തേച്ചത് മുടിക്ക് നല്ല സ്മൂത്തായില്ലേ. അപ്പോൾ ഇത് നല്ല സ്മൂത്താകാനും പിന്നെ മുടിക്ക് ഇച്ചിരി ഉള്ളു തോന്നും ഇത് തേച്ച് കഴിയുമ്പോൾ. മുടി ഉള്ളു തോന്നാൻ, അതുപോലെ സ്മൂത്താകാൻ, പിന്നെ മുടിക്ക് ആരോഗ്യം വെക്കാൻ. മൊത്തം തേച്ചിട്ട് കാണിച്ചാൽ പോരെ? ഫുള്ള് തേച്ച് കേട്ടോ, തികഞ്ഞില്ല, നല്ല സുഖമുണ്ട്. ഈ ഫ്രണ്ടിലെല്ലാം വകഞ്ഞ് തേച്ചു. തികഞ്ഞു, കുഴപ്പമില്ല. ഇനി ഇതൊരു അരമണിക്കൂർ മിനിമം ഇരിക്കട്ടെ കേട്ടോ. നല്ലതായിട്ട് മുട്ടയുടെ വെള്ളയുള്ളതുകൊണ്ട് നല്ലതായിട്ടിങ്ങനെ ഡ്രൈ ആവുമേ. ഡ്രൈ ആകുമ്പോൾ അങ്ങ് കഴുകിക്കോണം, അല്ലെ മുടി പൊട്ടിപ്പോവും. ഈ മുട്ടയുടെ വെള്ള തേക്കുന്നുണ്ട്, പറയാൻ മറന്നു. മുട്ടയുടെ വെള്ള തേക്കുന്നത് കാരണം നമ്മളുണ്ടല്ലോ തലയിൽ എണ്ണ കാണണം കേട്ടോ. എണ്ണമയം ഇല്ലെങ്കിൽ പിന്നെ മുട്ടയുടെ വെള്ളം തേച്ച് കഴിയുമ്പം ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഡ്രൈ ആവുമേ മുടി. അപ്പം മുടിയിൽ എണ്ണ, എനിക്ക് എൻ്റെ മുടിയിൽ എണ്ണ ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ടാണ് പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പം എണ്ണ തേച്ചിട്ട് ചെട കളഞ്ഞിട്ട് വേണം മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുമ്പോൾ. നമ്മൾ മുട്ടയുടെ വെള്ളം എന്നല്ല, തലയിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ മുടി നന്നായിട്ട് ചെട കളയണം, അതുപോലെ എണ്ണയും തേക്കണം. കാരണം ഡ്രൈ ആകുമ്പോൾ മുടി പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ടാണേ. എന്നാൽ ഞാനിതൊന്ന് കെട്ടി ഇങ്ങനെ വെച്ചിട്ട്, എനിക്കും കുറേ ചുറ്റാനുള്ളതൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കെട്ടി അങ്ങ് വലിച്ചങ്ങ് എടുക്കുക, വലിച്ചെടുത്ത് അങ്ങ് കെട്ടി വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, നീളം വെക്കുന്നുണ്ട്, ഉള്ളും വെക്കുന്നുണ്ട്. പൊഴിച്ചിൽ നിന്നു താരം പോയി, സ്മൂത്താവുന്ന മുടി. കൈയൊക്കെ ഒന്ന് കഴുകട്ടെ, എന്നിട്ട് നമുക്കിത് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കഴിഞ്ഞ് തോർത്തി ചീകിയിട്ടിട്ട് കാണാം, കുളിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ അതാ മുടിയെല്ലാം കഴുകി മിടുക്കത്തിയായിട്ട് ഒന്ന് ആദ്യം പച്ചവെള്ളത്തിൽ കഴുകി, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴുകി. നല്ല രസമുണ്ട് കേട്ടോ, ഇന്നലത്തെ പോലെ തന്നെ. ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യണം, നല്ലതാണ്. എല്ലാ ദിവസവും ചെയ്യണേ, തീർച്ചയായിട്ടും നമുക്ക് നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല തലയ്ക്ക് തണുപ്പ്, കണ്ണിനൊരു കുളിർമ. ഓക്കെ. അപ്പോൾ തലയിൽ എന്ത് തേച്ചാലും അതിന് മുമ്പ് എണ്ണ തേക്കാൻ മറക്കല്ലേ. നിങ്ങൾ തേക്കുന്ന എണ്ണ ഏതാണോ അത് കേട്ടോ. ചെടയെല്ലാം കളഞ്ഞിട്ട് എണ്ണയും തേച്ചിട്ട് വേണം തേക്കാൻ. അതുപോലെ ഷാമ്പൂ ഇട്ടൊന്നും പിന്നെ കഴുകരുത്. ചെമ്പരത്തി താളി വേണമെങ്കിൽ ഇട്ടു കേട്ടോ. പിന്നെ എണ്ണ കണ്ടമാനം വാരി തേക്കണ്ട, ചുമ്മാ ഒരു ശകലം, ഒരു 1/4 ടീസ്പൂണോ വല്ലതും ഒന്ന് എടുത്തിട്ട് നല്ലതായിട്ട് കയ്യെ തൊട്ടിട്ട് മൊത്തം എല്ലാ തലയോട്ടിയിലും മുടിയിലും മൊത്തം അറ്റം വരെ ഒന്ന് തേച്ചാൽ മതി കേട്ടോ. പിന്നെ മുഖത്ത് തേക്കുന്നതിന് മുമ്പ് സോപ്പിട്ട് വൃത്തിക്ക് കഴുകണം. തേച്ചതിന് ശേഷം സോഡുവൊന്നും ചെയ്യില്ല. ഡ്രൈനെസ് തോന്നിച്ചാൽ വെളിച്ചെണ്ണയൊന്ന് ശകലം 1-2 ഡ്രോപ്സ് എടുത്തിട്ട് തൂത്ത് കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇനി ലൈക്ക് ചെയ്യാമല്ലോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ. പിന്നെ എല്ലാ കാര്യവും ഇങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ട് വീഡിയോ നീണ്ടുപോകുന്നത്. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും മനസ്സിലാകത്തില്ല. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ പിടികിട്ടത്തില്ല ഒന്നും. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെ പെട്ടെന്ന് ഇപ്പം 4 ഐറ്റം എടുത്തു, ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എടുത്തു, മിക്സ് ചെയ്തു, തേച്ചു, മിണ്ടുക പോലും വേണ്ട. ഇൻഗ്രീഡിയൻസ് അത് ഷോർട്സിൽ 1 മിനിറ്റിൻ്റെ ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരണം, അതിൻ്റെ വരുംവരായികൾ പറയണം. അതൊക്കെ ആകുമ്പോഴാണ് ഒരു ഇത് കേട്ടോ. പിന്നെ അപ്പോൾ ഇനിയിപ്പം ലൈക്ക് ചെയ്യാമല്ലോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനെല്ലാം കൊടുക്കണം. എല്ലാവർക്കും മുടി വളരട്ടെ, മുഖമൊക്കെ നല്ല ക്ലീൻ ആകട്ടെ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ഇരിക്കില്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നാളെ മുതൽ
ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൾറെഡി മുടിയെക്കുറിച്ചും മുഖത്തെക്കുറിച്ചും റെമഡീസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ വരായകളൊക്കെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നാളെ മുതൽ ഉറപ്പായിട്ടും 8 അല്ലെ 10 കേട്ടോ, അല്ലെ കൂടി വന്നാൽ 12 മിനിറ്റ്, 10 മിനിറ്റ് നിർത്താൻ നോക്കാം. 10 മിനിറ്റൊക്കെ വരുമെന്നേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്നും കൂടെ ക്ഷമിക്കും. നാളെ നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.